സംഗതി കാണാൻ നല്ല കോലപ്പൊടി പോലെ ആണെങ്കിലും കുറച്ച് തേങ്ങ കൂട്ടിയിട്ടിട്ട് നല്ല ആവിയിൽ ഇവനെ അങ്ങോട്ട് വേവിച്ച് ആ ചൂടോട് പാത്രത്തിലേക്ക് മാറ്റുമ്പം ഇവൻ്റെ പേര് നമ്മൾ പുട്ടെന്നാണ് വിളിക്കുന്നത്. അതെ, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പുട്ടിൻ്റെ കുറച്ച് വെറൈറ്റീസാണ്. അപ്പോൾ രാവിലെ തന്നെ അടുക്കളയിൽ മാരത്തോൺ ആണെങ്കിലും ഇടയ്ക്കൊക്കെ ഒരു വെറൈറ്റി നോക്കുന്നത് അപ്പോൾ തെറ്റുള്ള കാര്യമല്ലല്ലോ. ഓക്കെ, ഇന്ന് നമ്മൾ വെറൈറ്റി കണ്ടുപിടിച്ചിരിക്കുന്നത് പുട്ടിലാണ്. ബീട്രൂട്ട് അരച്ച് നമ്മൾ ബീട്രൂട്ട് പുട്ടുണ്ടാക്കുന്നു, ക്യാരറ്റ് അരച്ച് നമ്മൾ ക്യാരറ്റ് പുട്ടുണ്ടാക്കുന്നു, അങ്ങനെ കുറച്ച് പുട്ട്. അതിൻ്റെ കൂടെ നമ്മുടെ മീൻ അവിടെ വേവുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഏറെ നേരത്തെ പരിശ്രമത്തിന് ശേഷം നമ്മുടെ പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഓക്കെ, എത്ര പരിഷ്കരണമാണെങ്കിലും നമ്മൾ പഴമയെ വിട്ട് കളയരുതല്ലോ. അതുകൊണ്ട് ആദ്യം തന്നെ നമ്മൾ ആദ്യം പുട്ടെന്ന് വിളിച്ചാൽ അവരെ തന്നെയാണ് കേട്ടോ. നല്ല വെള്ള നിറത്തിലുള്ള പുട്ട്. കൂടെ നമ്മുടെ ബീട്രൂട്ടുണ്ട്, തൊട്ടടുത്ത് നമ്മുടെ മാങ്ങയുണ്ട്. മാങ്ങ നല്ല അരച്ച് അതിനകത്ത് പുഴുങ്ങിയെടുത്ത് നമ്മുടെ പുട്ട്, അതിൻ്റെ കൂടെ നമ്മുടെ ക്യാരറ്റ് പുട്ട്. അങ്ങനെ നേരെ അവൻ ചെല്ലുന്നത് നമ്മുടെ ഡൈനിങ് ടേബിളിലേക്കാണ്. എന്തോ വെറൈറ്റി എൻ്റെ കളർ കണ്ടിട്ടാണോ എന്നറിയത്തില്ല, പാത്രത്തിലെഴുത പുട്ട് കാലിയായിരുന്നു പെട്ടെന്നായിരുന്നു. പക്ഷേ ഇതിന് കൂടുതൽ ചേരുന്നത് കറികളാണ് കേട്ടോ. എന്നാൽ പിന്നെ പുട്ടും വരെ തട്ടിയ സ്ഥിതിക്ക് നമുക്കൊരു അത്തപ്പൂക്കളം കൂടെ കണ്ടല്ലോ. ഈ സമയത്ത് എവിടെ അല്ലേ അത്തപ്പൂക്കളം? ഭാര്യ കാണിച്ചു തരാം. ഇതാണ് മക്കൾ ഞങ്ങളുടെ വീട്ടിലെ അത്തപ്പൂക്കളം. എന്നും രാവിലെ ഒരു 9-9:30 ആകുമ്പോൾ ഞാൻ കാണുന്നത് അത്തപ്പൂക്കളം. നമ്മുടെ വീട്ടിലെ ചോറുപൊതിയാണ് കേട്ടോ. ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ, വീട്ടിലെ അടുക്കളയിൽ നല്ല തിരക്ക് പിടിച്ച പണികളാണ്. ഇതാണത്. അതായത് അമ്മയുടെ പൊതിച്ചോറാണ് കേട്ടോ. എന്നും ആർക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുത്താലും ഇങ്ങനെ കറികൾ ഇത്രയും വേണമെന്ന് അമ്മയ്ക്ക് നിർബന്ധമാണ്. അപ്പോൾ അമ്മയ്ക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ, അതുകൂടെ കേൾക്കണേ. മുട്ട നമ്മൾക്ക് കാശ് കൊടുക്കാൻ മേടിക്കാൻ പോയില്ല. അതുകൊണ്ട് മുട്ടയുടെ ഇവിടുത്തെ കോഴിയിടുന്ന മുട്ടയുടെ വലിപ്പം കൊണ്ടാണ് അത്രയും മുട്ടയായി പോയത്. അതുകൊണ്ട് ഗൈസ് വേറെ ഒന്നും വിചാരിക്കരുത്. അങ്ങനെ എൻ്റെ മൂത്ത മകൻ്റെ ഭക്ഷണം റെഡിയായി. അവന് 9:30 ആകുമ്പം 10 മണിക്ക് മുമ്പ് പഞ്ച് ചെയ്യേണ്ടതാണ് എന്നെ. അപ്പോൾ സംഗതി എല്ലാവർക്കും മനസ്സിലായി ശ്രദ്ധിക്കുക, ആരും മുട്ടയിൽ കുറ്റം കണ്ടുപിടിക്കരുത്. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ഒരു വെറൈറ്റി പുട്ടും വെറൈറ്റി പൊതിച്ചോറും.